കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ട്രഷറി പൂട്ടിയില്ല എന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് നമ്മുടെ സർക്കാർ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടുമില്ല. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കണ്ട എന്നാണ് സംസ്ഥാന ധനവകുപ്പ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു ബില്ല് പാസാക്കണമെങ്കിൽ ധനമന്ത്രിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വാരിഞ്ഞു മുറുക്കി എല്ലാ അർത്ഥത്തിലും ചെലവുകൾ ചുരുക്കി മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ എന്ന് നമുക്ക് തോന്നും. പക്ഷേ സ്ഥിതി അതല്ല. ധൂർത്തിന് കുറവില്ല. പണം ധൂർത്തടിക്കാൻ ഒരു മടിയുമില്ല ഈ സർക്കാരിന്. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. മുണ്ട് മുറുക്കി ഉടുത്ത് അരപ്പട്ടിണിയിൽ നിന്ന് മുഴുപ്പട്ടിണിയിലേക്ക് കേരള ജനത പോകുന്ന ഒരു സാഹചര്യമാണ് എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടമാണെങ്കിൽ ഓരോ ദിവസവും കൂടി വരുന്നു. ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷം കോടി ഒക്കെ കടന്നു എന്ന് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം അതിന് ലഭിച്ചിട്ടില്ല. പക്ഷെ കടം വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു ധവളപത്രം നിയമസഭയിൽ കൊണ്ടുവരാൻ പോലും തയ്യാറാകുന്നില്ല. CNAG ആണെങ്കിൽ സർക്കാരിനെ കുറ്റം പറയാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. കാരണം അത്രത്തോളം ഉണ്ട് സർക്കാരിൻ്റെ ധൂർത്ത്. ഇപ്പോഴിതാ ആ ധൂർത്ത് കൂനിന്മേൽ കുരു പോലെ ഒരു പുതിയ ഒരു ഭാണ്ഡം കൂടി, ഒരു വിഴുപ്പ് ഭാണ്ഡം, ഒരു വലിയ ചുമട് കൂടി കേരളത്തിലെ നികുതി കൊടുക്കുന്ന ജനങ്ങളുടെ ചുമലിലേക്ക് എടുത്ത് വച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പുതിയ 2 കാറുകൾ വാങ്ങുന്നു. അതിനുവേണ്ടി ധനവകുപ്പ് 1,10 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവായി. ഇത് സംബന്ധിച്ച വാർത്ത ഇന്ന് പല മാധ്യമങ്ങളിലും ഉണ്ട്. നമ്മുടെ ജന്മഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ തന്നെ ഈ വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കാറുകൾ ഏതാണ്ട് ഇപ്പോൾ എല്ലാ വർഷവും വാങ്ങുന്നു എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ. നേരത്തെയും കാറ് വാങ്ങിയിരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൽ നിരവധി പുതിയ വാഹനങ്ങളുണ്ട്, വളരെ വില കൂടിയ വാഹനങ്ങളുണ്ട്. നമുക്കറിയാം, കറുത്ത നിറത്തിലുള്ള വാഹനം വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിയിരുന്നു. ഇതൊക്കെ വിവാദങ്ങളായതാണ്, ഇതൊക്കെ ഇവിടെ ചർച്ചയായതാണ്. ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ 33,30,000 രൂപ മുടക്കി കാർണിവലിന്റെ ഉയർന്ന വകഭേദമായ ലിമോസിൻ പ്ലസ് ആണ് വാങ്ങിയത്. ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് ഏതാണ് എന്ന് വ്യക്തമല്ല. പക്ഷെ 2022 ഇത് വാങ്ങിയത്. കഴിഞ്ഞ ആഗസ്റ്റ് 19 മുതലാണ് ട്രഷറി കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത് എന്ന് നമുക്കറിയാം. വാസ്തവം പറഞ്ഞാൽ ഓണത്തിന് പോലും മുണ്ട് മുറുക്കി ഉടുത്ത് ചെലവഴിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും അവിടെ നടന്നില്ല. അവിടെയും ധൂർത്ത് തന്നെ നടന്നു. പണം കടം വാങ്ങിയിട്ടാണെങ്കിലും ദീപാവലി കുളിക്കുക, ഇതാണ് സർക്കാരിൻ്റെ നയം. നമ്മളൊരു പഴയ ചൊല്ലുണ്ടല്ലോ, ഈ പണം കടം വാങ്ങി ദീപാവലി കളിച്ചു എന്ന് പറയുന്നത് പോലെ, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് പറയുന്നത് പോലെയാണ് സർക്കാർ ചെയ്യുന്നത്. ഒരു വിധത്തിലും ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. അവർ ഉദ്ദേശിച്ചത് വാങ്ങും. അതിന് കാറാണെങ്കിലും ശരി, ഹെലികോപ്റ്റർ ആണെങ്കിലും ശരി, മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങണം എന്ന് കരുതിയാൽ, വിചാരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അത് വാങ്ങിയിരിക്കും. നമുക്കറിയാം, കേരള യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഒരു ലക്ഷറി ബസ് വാങ്ങിച്ച് അതിൻ്റെ ചവിട്ടുപടിയിൽ ലിഫ്റ്റ് ഘടിപ്പിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളത്. അത്രത്തോളം ധൂർത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ 1,10 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ 2 കാറുകൾ കൂടി വാങ്ങുന്നത്. എന്തിനാണ് ഇതൊക്കെ? നമുക്കറിയാം, സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ മാവോയിസ്റ്റുകളിൽ നിന്നുള്ള ഭീഷണിയുണ്ട്. അതൊക്കെ ഇവിടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകളാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മാവോ വേട്ടയ്ക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്ത ഒരു കാലയളവാണ് കഴിഞ്ഞ 10 വർഷം. പല മാവോയിസ്റ്റുകളും പിടിയിലായി, ചിലരൊക്കെ വധിക്കപ്പെട്ടു.
പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ വധിക്കപ്പെട്ടു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാർക്കെതിരെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകും. നേരത്തെ നമുക്കറിയാം, ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പണ്ട് അദ്ദേഹത്തിന്റെ കാറ് മാവോയിസ്റ്റുകൾ ബോംബ് വെച്ച് തകർത്ത സംഭവം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള വെല്ലുവിളികൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് മതിയായ സുരക്ഷ കൊടുക്കണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ദൂർത്തടിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ഇതുപോലെ ട്രഷറിക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലത്ത് ഈ ഇപ്പോഴുള്ള വാഹനവ്യൂഹം പോരാഞ്ഞിട്ട് പുതിയ 2 കാറുകൾ, വില കൂടിയ ആഡംബര കാറുകൾ വാങ്ങുന്നു. ഇതെന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം സംസ്ഥാന സർക്കാരിനുണ്ടോ? ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനി കേവലം 4-5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയ്ക്ക് ഇങ്ങനൊരു അധിക ചെലവ്, ഈ 1,10,00,000 രൂപ ഇങ്ങനെ അന്യായമായി ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും ശരി, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അവർ ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിക്കാൻ പറയും, അതാവശ്യപ്പെടും. ജനങ്ങളെ ശ്വാസം മുട്ടിക്കും, അവരെ പിഴിഞ്ഞ് നികുതി പിരിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ സർക്കാർ ദൂർത്തിന് ഒരു കുറവുമില്ല. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി, ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും തട്ടണം പണം. അതാണ് ലക്ഷ്യം.